ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ ഇന്ന് നിങ്ങളുമായി സന്ധിപ്പാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ കൃപയും ഭാഗ്യവും നൽകിയ വലിയവനായ ദൈവത്തിന് ഞാൻ മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിപ്പാനായി പോകുന്നതായ വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിൽ പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്, ആ ഭാഗമാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഒരു ചിന്താ വിഷയമാണ്. പുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. പുത്രനോട്, ദൈവമേ, നിന്റെ സിംഹാസനം എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ പുത്രനായ യേശു ക്രിസ്തു ദൈവമാണോ എന്നൊരു ചോദ്യം അനേകരുടെ ഹൃദയങ്ങളിലുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിലുള്ള ആ ദൈവികത്വം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, നാം വായിച്ചു കേട്ട ഭാഗത്ത് യേശു കർത്താവിനെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, തീത്തോസിന് എഴുതിയതായ ലേഖനത്തിൽ 2-ാം അധ്യായം 12-ാം വാക്യം, തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെയും യേശു ക്രിസ്തുവിന് മഹാദൈവവും നമ്മുടെ രക്ഷിതാവും എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയും നമുക്ക് കാണാം യേശു ക്രിസ്തു ഒരു മഹാദൈവമാണ്. തീർന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. നോക്കുക, അവിടെ യേശു ക്രിസ്തുവിന് 4 പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 1-ാമത്തെ പേര് അത്ഭുതമന്ത്രി, 2-ാമത്തെ പേര് വീരനാം ദൈവം. നോക്കുക, അവിടെ യേശുവിനെ വീരനാം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു എബ്രായർ ലേഖനത്തിൽ അവനെ ദൈവം എന്ന് പറയുമ്പോൾ തീത്തോസിന്റെ ലേഖനത്തിൽ അവനെ മഹാദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവനെ വീരനാം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യങ്ങൾ പോലെ അനേക വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ ദൈവം 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 എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതേ ബൈബിളിൽ, പ്രിയമുള്ളവരെ, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശുദ്ധ പത്രോസ് വിളിച്ചു പറയുകയാണ്. അതിന്റെ സന്ദർഭം നമുക്കറിയാം. യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ 11 ശിഷ്യന്മാർ മിണ്ടാതിരിക്കുന്ന സ്ഥാനത്ത് പത്രോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. തീർന്നില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നോക്കുക, ഭൂതഗ്രസ്തനായ ഒരുവൻ വിറച്ചുകൊണ്ട് യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തി. എന്നിട്ട് ആ പിശാച് വിളിച്ചു പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. നോക്കുക, അവിടെയും യേശുവിനെ ദൈവപുത്രൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ വലിയവനായ ദൈവം
പിതാവായ ദൈവം തന്റെ പുത്രനെ നോക്കി ഇങ്ങനെ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്കറിയാം, യോർദാൻ നദിയിൽ നിന്ന് സ്നാനമേറ്റ് കരയ്ക്ക് കയറിയതായ യേശു കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി വന്നു. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. നോക്കുക, ഈ വേദഭാഗങ്ങളിലെല്ലാം യേശുവിനെ ദൈവപുത്രൻ, ദൈവപുത്രൻ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ ഇങ്ങനെ ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഒരു ഭാഗത്ത് യേശുവിനെ ദൈവമെന്നും മഹാദൈവമെന്നും വീരനാം ദൈവമെന്നും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ, അതേ ബൈബിളിൽ മറ്റു ഭാഗങ്ങളിൽ അവൻ ദൈവപുത്രൻ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പ്രിയപുത്രൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയല്ല, ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ 1997 യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ദൈവമായി, എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിപ്പാനിടയായി. ഞാൻ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയതായ ഒരു വലിയ സംശയമാണ്, യേശു ക്രിസ്തു ദൈവമാണോ അതോ ദൈവത്തിന്റെ പുത്രനാണോ? യേശു ദൈവമാണോ? യേശു ദൈവത്തിന്റെ പുത്രനാണോ? പ്രിയപ്പെട്ടവരെ, ഇതേ സംശയം ഇന്നും ലോകത്തിൽ അനേകരുടെ ഹൃദയങ്ങളിലുണ്ട്. എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് പഠിച്ചതനുസരിച്ച്, ദൈവസന്നിധിയിൽ ധ്യാനിച്ചതനുസരിച്ച്, ദൈവം എനിക്ക് നൽകിയ വെളിപ്പാടനുസരിച്ച് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, യേശു കർത്താവ് സാക്ഷാൽ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ സാക്ഷാൽ ദൈവപുത്രനുമായിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും എന്നതല്ലേ നിങ്ങളുടെ ചോദ്യം? നോക്കുക, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ പപ്പ മരിച്ചുപോയി, എനിക്കൊരു അമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാനൊരു മകനാണ്. അതേസമയം എനിക്കൊരു മകനുണ്ട്. എൻ്റെ മകന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ മകനല്ല, ഞാനൊരു അപ്പനാണ്. എന്നാൽ എനിക്ക് ഭാര്യയുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ അപ്പനുമല്ല, ഞാൻ മകനുമല്ല, ഞാനൊരു ഭർത്താവാണ്. നോക്കുക, ഒരിടത്ത് ഞാൻ അപ്പനായിരിക്കുമ്പോൾ മറ്റൊരിടത്ത് ഞാൻ മകനായിരിക്കുന്നു. എന്നാൽ അതേ ഞാൻ തന്നെ വേറൊരു ഭാഗത്ത് ഭർത്താവായിരിക്കുന്നു. നോക്കുക, ഒരു ഭാഗത്ത് അപ്പൻ, മറ്റൊരു ഭാഗത്ത് മകൻ, വേറൊരു ഭാഗത്ത് ഭർത്താവ്. ഇത് മൂന്നും ഞാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഞാനായിരിക്കണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഇത് മൂന്നും ഞാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവപുത്രനുമായിരിക്കുന്നു. രണ്ടും കറക്റ്റാണ്. ദൈവവുമാണ്, ദൈവപുത്രനുമാണ്. ദൈവവുമാണ്, അവൻ സാക്ഷാൽ ദൈവപുത്രനുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ എനിക്കറിയാം സംശയം ഒത്തിരി ഉണ്ടായിരിക്കും. യേശു കർത്താവ് ദൈവവുമായിരിക്കുന്നു, ദൈവപുത്രനുമായിരിക്കുന്നു. ആമേൻ. ഞാൻ വിശുദ്ധ ബൈബിളിൽ മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം ഏകദേശം പൂർത്തിയാകുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഫിലിപ്പോസ് യേശുവിനോട് പറയുകയാണ്, ഗുരു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. നിന്റെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. അപ്പോൾ യേശു എന്താ പറഞ്ഞേ? ഫിലിപ്പോസേ, നീ മരിച്ചു അടക്കപ്പെട്ട് ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ നീ എഴുന്നേറ്റ് വരുമ്പോൾ നിന്നെ ഞാൻ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എൻ്റെ പിതാവിനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണോ പറഞ്ഞേ? അല്ല. ഫിലിപ്പോസ് ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? ഫിലിപ്പോസേ, ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ഇല്ലായിരുന്നു. ഇനിയും പിതാവിനെ കാണണം എന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും പിതാവിനെ കാണണം എന്ന് പറയുന്നത് എങ്ങനെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസ് ആശ്ചര്യപ്പെട്ട് യേശുവിനെ നോക്കുകയാണ്. യേശു പറയുകയാണ്, എന്നെ കണ്ടവൻ
പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുക, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് എത്ര വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അപ്പൊ ഇത് മനുഷ്യൻ പറഞ്ഞ വാക്കല്ല. വിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമാവുന്ന യേശു ക്രിസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വാക്കാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ പെട്ടെന്ന് ഒരു സംശയം വരുവാൻ സാധ്യതയുണ്ട്. കാരണം യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവിങ്കലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിപ്പാനിടയായി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്വർഗത്തിൽ പിതാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഭൂമിയിൽ ക്രൂശിന്മേൽ പുത്രനായ യേശു ക്രിസ്തു കിടക്കുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവിനെ നോക്കി യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിതാവും പുത്രനും രണ്ടല്ലേ? എങ്ങനെയാ ഒന്നാകുന്നേ എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ വരാം. പ്രിയമുള്ളവരെ, ഞാൻ ഈ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഏകത്വം അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ദൈവ മഹത്വത്തിന്റെ വ്യാപാരം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ദൈവം മനുഷ്യനെ പോലെയല്ല, മനുഷ്യൻ ദൈവത്തെ പോലുമല്ല. ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അത് കറക്റ്റാണ്. പക്ഷേ ദൈവത്തിന്റെ മഹത്വവും മനുഷ്യന്റെ മഹത്വവും രണ്ടാണ്. ദൈവത്തിന്റെ കഴിവുകളും മനുഷ്യന്റെ കഴിവുകളും രണ്ടാണ്. ദൈവത്തിന്റെ വലിപ്പവും മനുഷ്യന്റെ വലിപ്പവും രണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അസാധാരണമായ അനേക കഴിവുകളുണ്ട്. അത് ഇന്നോ നാളെയോ മറ്റന്നാളോ 1000 വർഷമോ പറഞ്ഞാൽ തീരുന്നതല്ല. പക്ഷേ അതിലൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് എൻ്റെ വീട്ടിൽ ആരെങ്കിലും എന്നെ അന്വേഷിച്ചു വന്നാൽ അവർക്ക് അവിടെ എന്നെ കാണാൻ കഴിയത്തില്ല. എന്താ കാരണം? ഞാൻ ഇപ്പോൾ അവിടെയല്ല, ഞാൻ ഇപ്പോൾ ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലില്ല, ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് ഈ ഭാഗത്ത് ആരെങ്കിലും കടന്നു വന്നാൽ, അപ്പോൾ എന്നെ അന്വേഷിച്ച് ഈ ഭാഗത്ത് ആരെങ്കിലും കടന്നു വന്നാൽ എന്നെ ഇവിടെ കാണാൻ കഴിയത്തില്ല. കാരണം ഞാൻ ഇവിടെ ഇല്ല, ആ സമയത്ത് ഞാൻ വീട്ടിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീട്ടിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ എനിക്കിവിടെയുമായിരിക്കാൻ, ഇവിടെ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ എനിക്ക് വീട്ടിലുമായിരിക്കാൻ അങ്ങനെ ഒരു കഴിവ് എനിക്കില്ല. ഞാൻ ഒരു സമയം ഏതെങ്കിലും ഒരു ഭാഗത്തിലേ ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ഈ ശബ്ദം ശ്രമിക്കുന്നതായ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും. നമുക്ക് ഒരു സമയം ഒരിടത്ത് മാത്രമേ ആയിരിക്കാൻ കഴിയൂ. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മളുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളെ വിടുവിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ വലിയവനായ ദൈവം അങ്ങനെയല്ല. പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ പറഞ്ഞത്, ദൈവവും മനുഷ്യനും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. നോക്കുക, ദൈവം ഒരു ഭാഗത്ത് ആയിരിക്കുമ്പോൾ തന്നെ ദൈവം മറ്റൊരു ഭാഗത്തും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. വിശുദ്ധ ബൈബിൾ പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരു മനസ്സോടെ ഐകമത്യപ്പെട്ട് കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. നോക്കുക, ദൈവത്തിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ നമ്മൾ കൂടി വരുന്നിടത്ത് കർത്താവ് നമ്മുടെ നടുവിലുണ്ട് എന്നാ ബൈബിൾ പറയുന്നേ. എന്നാൽ നോക്കുക, നമ്മൾ 4-5 പേര് ഇവിടെ കൂടി വരികയാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്.
നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയാണ്, നമ്മൾ കൂടി വന്നത് കർത്താവിന്റെ നാമത്തിലാണ്. ആ സമയം കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിശ്ചയമായിട്ടും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതേ സമയം മറ്റൊരിടത്ത് ഇതേ കർത്താവിന്റെ നാമത്തിൽ ഒരു കൂട്ടം പേർ കൂടി വന്ന് ആരാധിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, രണ്ടും ഒരേ സമയമാണ്. ആ സമയം കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുമോ അതോ അവരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുമോ? നമുക്കറിയാം, നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവരുടെ മധ്യത്തിലും ഉണ്ടായിരിക്കും. അതേ സമയത്ത് തന്നെ വേറെ ഒരിടത്ത് കർത്താവിന്റെ നാമത്തിൽ കൂടി വന്ന് ആരാധിക്കുമ്പോൾ അവരുടെ നടുവിലും ഉണ്ടായിരിക്കും. ഒരേ സമയം തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വ്യക്തമായി വെളിപ്പെട്ട് നിൽക്കുവാൻ കഴിവുള്ള അസാധാരണമായ വീര്യ പ്രവർത്തികൾ ചെയ്യുന്ന മഹോന്നതനായ ഒരു ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ദൈവത്തിന് ഒരു സമയം തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ നിൽപ്പാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ശക്തമായി വിളിച്ചു പറയട്ടെ, വലിയവനായ ദൈവം, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ഏക സത്യ ദൈവമായ വലിയവനായ ദൈവം സ്വർഗത്തിൽ സിംഹാസനത്തിൽ അവൻ പിതാവായി ഇരിക്കുമ്പോൾ തന്നെ അവൻ പുത്രനായി ലോകത്തിലേക്ക് ഇറങ്ങി വരികയുണ്ടായി. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല. അവൻ സ്വർഗത്തിൽ പിതാവായിരിക്കുമ്പോൾ തന്നെ അവൻ ഭൂമിയിൽ പുത്രനായി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനായി കന്യകയായ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി ലോകത്തിൽ ജനിച്ച് പുൽത്തൊട്ടിയിൽ കിടക്കുമ്പോൾ തന്നെ അവൻ സ്വർഗത്തിലെ സിംഹാസനത്തിലും ഇരിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യോഹന്നാൻ 3:13 ബൈബിൾ ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഒന്ന് വ്യക്തമായി കേട്ടെ, യോഹന്നാൻ 3:13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. വചനം ഇങ്ങനെയാ പറയുന്നത്: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. ഓക്കെ, സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ തന്നെ ദൈവം സ്വർഗത്തിൽ പിതാവായി ഇരിക്കുന്നു. എത്ര ഭയങ്കരമേറിയ മാറ്റമില്ലാത്ത ദൈവവചനം പ്രിയപ്പെട്ടവരെ! ഒരു സമയം തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുവാൻ കഴിവുള്ള നമ്മുടെ വലിയവനായ ദൈവം, ഈ ദൈവത്തിന്റെ മഹത്വം എത്ര വലിയത്, ഈ ദൈവത്തിന്റെ ശക്തി എത്ര വലിയത്, ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എത്രയോ വലിയത്. ഒരേ സമയം അവൻ സ്വർഗത്തിലും ഇരിക്കുന്നു, അതേ സമയം അവൻ ഭൂമിയിലും ഇരിക്കുന്നു. നോക്കുക, സ്വർഗത്തിൽ അവൻ സിംഹാസനത്തിൽ പിതാവായിരിക്കുമ്പോൾ തന്നെ അവൻ ഭൂമിയിൽ പുത്രനായി ഇറങ്ങി വന്നു. തീർന്നില്ല, ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചു, ശുശ്രൂഷകൾ ചെയ്തു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. എന്നിട്ട് ദൈവ മഹത്വത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. സിംഹാസനത്തിൽ പിതാവായിരിക്കുന്നു, വലതുഭാഗത്ത് പുത്രനായിരിക്കുന്നു. തീർന്നില്ല, പരിശുദ്ധാത്മാവായി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഞാനതൊന്നുകൂടെ പറയട്ടെ, സ്വർഗത്തിൽ സിംഹാസനത്തിൽ ദൈവം പിതാവായിരിക്കുമ്പോൾ അതേ ദൈവം തന്നെ വലതുഭാഗത്ത് പുത്രനായിരിക്കുന്നു. അതേ ദൈവം തന്നെ പരിശുദ്ധാത്മാവായി മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന് 120 പേരെ അഭിഷേകം ചെയ്യുന്നു. നോക്കിയേ, എത്ര ഭയങ്കരമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ദൈവികത്വത്തെ കുറിച്ച് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിപ്പാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ സെഖരിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം അതിങ്ങനെ പറഞ്ഞിരിക്കുന്നു: അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത്, 30 വെള്ളിക്കാശിന് വില പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആരാ ഒറ്റിക്കൊടുത്തേ? ഈസ്കരിയോത്താവായ യൂദ. വെറും 30 വെള്ളിക്കാശ യേശുവിന് പറഞ്ഞ വില. പ്രിയപ്പെട്ടവരെ, ഇതേ സംഭവം പഴയ നിയമത്തിൽ സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവചനാത്മാവിൽ പ്രവചിച്ചിരിക്കുകയാണ്. അവിടെ പറയുക, അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. സെക്കറിയാവ് 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, യഹോവയായ ദൈവം പറയുകയാണ്, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ. പ്രിയപ്പെട്ടവരെ, 13-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ. എത്ര വില? 30 വെള്ളിക്കാശ്. ആരാ ഇത് പറയുന്നേ? യഹോവയായ ദൈവം പറയുന്നു. യഹോവയായ ദൈവം പറയുകയാണ്, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ വില തന്നെ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് വില പറഞ്ഞ് ഒറ്റിക്കൊടുത്തതായ ആ സംഭവത്തെ പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുമ്പോൾ അവിടെ യേശുവിന് പറയുന്ന പേര് യഹോവ എന്നാകുന്നു. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിൽ യേശു കർത്താവ് ഒലിവ് മലയിൽ നിൽക്കും. കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ പാദങ്ങൾ ഒലിവ് മലയിൽ പതിക്കുമ്പോൾ ആ മല 2ആയി പിളർക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇതേ സംഭവം പ്രവചനാത്മാവിനാൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ യേശുവിന് പറയുന്ന പേര് യഹോവ എന്നാണ്. പ്രിയപ്പെട്ടവരെ, 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ, എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നെടുവേ പിളർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നോക്കുക, അവിടെയും യേശുവിനെ യഹോവ എന്ന് പറയുന്നു. എന്നാൽ പഴയ നിയമത്തിൽ യഹോവ യഹോവ എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്താ യഹോവ എന്ന് പറയാതെ യേശു എന്ന് പറയുന്നേ? അതൊരു ചോദ്യമാണ്. പഴയ നിയമത്തിൽ യഹോവ 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്താ യഹോവ എന്ന് പറയാതെ യേശു എന്ന് പറയുന്നു? പ്രിയപ്പെട്ടവരെ, വലിയവനായ ദൈവം കന്യകയായ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മറിയ പേടിച്ചു വിറച്ചു നിൽക്കുകയാ. ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് മറിയയോട് ഇപ്രകാരം പറയുകയാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. പ്രിയപ്പെട്ടവരെ, അവന് യഹോവ എന്ന് പേരിടാതെ അവന് യേശു എന്ന് പേരിട്ടതിന്റെ കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു 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 എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം മുതൽ നമ്മൾ വായിക്കുക, ഒരു ഭാഗത്തും യഹോവ എന്ന് എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ യേശു 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 എന്ന് ആവർത്തിച്ചെഴുതപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടട്ടെ എന്ന് ഗബ്രിയേൽ ദൂതൻ വിളിച്ചു പറഞ്ഞ ആ ദൂതിൻ പ്രകാരം അവന് യേശു എന്ന് പേരിട്ടു. എന്നാൽ പഴയ നിയമത്തിൽ വലിയവനായ ദൈവം പറയുകയാണ്, ഞാൻ യഹോവ, അതുതന്നെ എന്റെ നാമം. പുതിയ നിയമത്തിൽ അവന് യേശു എന്ന് പേരിട്ടു. ഇന്ന് ഈ മീഡിയയിലൂടെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, വലിയവനായ ദൈവം ഏകനാണ്. ബൈബിൾ തന്നെ പറയുന്നു, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ അവൻ ഏകനാണ്.
എന്നാൽ ഏകനായിരിക്കുന്ന ദൈവം, ഏകത്വമായിരിക്കുന്ന ദൈവം, ആ ഏകത്വത്തിനകത്ത് ഒരു ബഹുത്വമുണ്ട്. അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഈ മീഡിയയിലൂടെ ഈ ദൈവവചനത്തിന്റെ സത്യം പ്രസ്താവിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. പഴയ നിയമത്തിൽ യഹോവ എന്ന ഒരേ ഒരു നാമത്തിൽ വെളിപ്പെട്ടവൻ പുതിയ നിയമത്തിൽ പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും വെളിപ്പെടുവാനിടയായി. ആ ദൈവം രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെങ്കിൽ അവന്റെ രക്ഷ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. രോഗത്തിൽ നിന്നാണോ, ശാപത്തിൽ നിന്നാണോ, കണ്ണുനീരിൽ നിന്നാണോ, കടഭാരത്തിൽ നിന്നാണോ, മാറാത്ത വ്യാധികളിൽ നിന്നാണോ, ഒരുപക്ഷെ നിങ്ങളെ കാർന്നു തിന്നുന്നതായ മാരക രോഗബന്ധനത്തിലാണോ, ഇന്ന് നിങ്ങളെ ആ രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, പത്രോസ് രോഗികളെ സൗഖ്യമാക്കി. എങ്ങനെ? നസ്രായനായ യേശുവിന്റെ നാമത്തിൽ. മുടന്തനോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ നാമം സകല നാമങ്ങൾക്കും മേലായ നാമം. ഇത് മനുഷ്യന്റെ നാമമല്ല, ഇത് ദൈവത്തിന്റെ നാമം. ഈ നാമം നിങ്ങളെ സൗഖ്യമാക്കും. ഈ നാമം നിങ്ങളെ വിടുവിക്കും. ഈ നാമം നിങ്ങളെ കടഭാരം മാറ്റും. ഈ നാമം നിങ്ങളുടെ രോഗങ്ങളെ മാറ്റും. ഈ നാമം നിങ്ങളുടെ കുടുംബങ്ങളെ തലമുറകളായി ബന്ധിച്ചു വച്ചിരിക്കുന്ന ശാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു കളയും. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടായി ലോകത്തിൽ വെളിപ്പെട്ട മനുഷ്യരൂപത്തിൽ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിന്റെ പാപം ചുമന്നു തീർത്ത, സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ച, സാക്ഷാൽ ഞങ്ങളുടെ വേദനകളെ ചുമന്ന, സാക്ഷാൽ നമുക്ക് വേണ്ടി ഞങ്ങൾക്കായി ക്രൂശിൽ മൂന്നാണികളാൽ തകർക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് ക്രൂശിൽ പിടഞ്ഞു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ട, ഇന്നും ജീവിക്കുന്ന, വീണ്ടും വരാൻ പോകുന്ന ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവേ, ഈ മീഡിയയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. അവരുടെ രോഗങ്ങളെ മാറ്റണമേ, അവരുടെ ശാപങ്ങളെ മാറ്റണമേ, അവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണമേ. കർത്താവേ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ ശരീരത്തിലുള്ള ഏത് രോഗമാണെങ്കിലും ആ രോഗം ഇന്ന് പൂർണ്ണമായി മാറുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അതെ, സകല നാമങ്ങൾക്കും മേലായ നാമമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അനാവശ്യമായ മുഴകൾ അഴിഞ്ഞു പോകട്ടെ. അനാവശ്യമായ തലവേദനകൾ പൂർണ്ണമായി മാറട്ടെ. ഉദര സംബന്ധമായ എല്ലാ വ്യാധികളും മാറട്ടെ. കുടലിലെ വ്യാധികൾ മാറട്ടെ. നട്ടെല്ല് സംബന്ധമായ എല്ലാ പ്രോബ്ലങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ജോയിന്റ് പ്രോബ്ലങ്ങൾ യേശുവിൻ നാമത്തിൽ പൂർണ്ണമായി മാറട്ടെ. കടഭാരത്താൽ വീർപ്പുമുട്ടുന്നവരുടെ കടഭാരങ്ങൾ പൂർണ്ണമായി മാറട്ടെ. വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കത്തക്ക നിലവാരത്തിൽ ഒരു വലിയ സമൃദ്ധിയുടെ കലവറ ഇവരുടെ കുടുംബങ്ങളിൽ നിറയപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവേ, അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും സ്തോത്രവും ബഹുമാനവും അങ്ങേക്ക് മാത്രമായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ.